തമിഴ്നാട്ടിലെ മധുരയിൽ തമുക്കം മൈതാനത്ത് CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് വളരെ ആവേശഭരിതമായി തുടങ്ങി അത് പര്യവസാനിച്ചിരിക്കുന്നു. പെരിയമേളത്തിൻ്റെയും നാഗസ്വരത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി തമിഴ്നാട് മണ്ണിൽ ആരംഭിച്ച CPM സമ്മേളനം അത് വലിയ പ്രകടനവും പൊതുസമ്മേളനമൊക്കെയായി അവസാനിച്ച് പുതിയ അഖിലേന്ത്യാ സെക്രട്ടറിയായി മരിയൻ അലക്സാണ്ടർ ബേബി എന്ന MA ബേബി ചുമതലയേൽക്കുമ്പോൾ പരിപാടിയിൽ പങ്കെടുത്ത സഖാക്കൾ എല്ലാം തന്നെ വളരെയധികം ഊറ്റം കൊള്ളുകയാണിപ്പോൾ. കാരണം അത്ര ഗംഭീരമായി വളരെ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് CPM-ന്റെ അഖിലേന്ത്യാ സമ്മേളനം മധുരയിൽ സമാപിച്ചത്. എന്നാൽ വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ CPM-ന്റെ വലിയ അധപ്പതനത്തിൻ്റെ ഒരു സമ്മേളനമായിട്ടാണ് ഈ സമ്മേളനത്തെ കാണേണ്ടത്. അഖിലേന്ത്യാ സമ്മേളനം എന്നൊക്കെയാണ് പേരെങ്കിലും ഇത് നടത്തുവാൻ കേരളം ഒഴിച്ച് മറ്റൊരിടത്തും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് സാധ്യമല്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണ് CPM 24ാം പാർട്ടി കോൺഗ്രസ് നടത്തുവാൻ തമിഴ്നാട് തന്നെ അങ്ങനെ തിരഞ്ഞെടുത്തത്. അതാകുമ്പോൾ ദക്ഷിണേന്ത്യയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരെ ഏറ്റുമുട്ടുന്ന മറ്റൊരു മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ തന്നെയാണല്ലോ അവിടെ ഭരിക്കുന്നത്. മാത്രമല്ല ഇരു മുഖ്യമന്ത്രിമാരും വലിയ സൗഹാർദ്ദത്തിലാണെന്നതും മണ്ഡലം പുനർനിർണയ നീക്കത്തിനെതിരെ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത ആ സമ്മേളനത്തിൽ പോലും പിണറായി വിജയൻ തന്നെയായിരുന്നു മുഖ്യ താരവും. ആ നിലയിൽ അഖിലേന്ത്യാ സമ്മേളനം നടത്തുവാൻ പറ്റിയ ഒരു ഇടം മറ്റൊന്നുമല്ല എന്നൊരു തിരിച്ചറിവിൽ തന്നെയാണ് അഖിലേന്ത്യാ സമ്മേളനം മുഴുവൻ ഒരു മലയാളി ചുവ തന്നെയായിരുന്നു തമിഴ്നാട്ടിൽ നടന്നത്. വേദിയിൽ ആലപിച്ച വിപ്ലവ ഗാനം മുതൽ പിന്നീട് തിരഞ്ഞെടുത്ത CPM കേന്ദ്ര കമ്മിറ്റിയിൽ വരെ മലയാളി ആധിപത്യം വളരെ പ്രകടമായിരുന്നു. എല്ലാ കമ്മിറ്റിയിലും പകുതിയിലധികം പേരും മലയാളികൾ തന്നെ. അവസാനം CPM അഖിലേന്ത്യാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തപ്പോഴും അവിടെയും കൊല്ലംകാരനായിട്ടുള്ള MA ബേബി തന്നെയാണ്. മധുരയിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്തവരാകട്ടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള CPM-ന്റെ ബ്രാഞ്ച് ഭാരവാഹികൾ മുതൽ അങ്ങ് മേൽപോട്ടുള്ള എല്ലാവരും തന്നെ. ഇപ്പോൾ സെക്രട്ടറിയായ മലയാളി ബേബിക്കെതിരെ മഹാരാഷ്ട്രയിലെ CPM നേതാവ് DL കരാട് മത്സരിച്ചുവെങ്കിലും ബേബിയോട് അദ്ദേഹം വളരെ ദയനീയമായി തോൽക്കുന്നതും നാം കണ്ടു. ആ മത്സരത്തിൽ ബേബി അല്ലാതെ പിന്നീട് ആരാണ് ജയിക്കേണ്ടത്? വോട്ട് ചെയ്യേണ്ടവരിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നും തന്നെയായിരുന്നുവല്ലോ. സത്യത്തിൽ ദേശീയ പാർട്ടി എന്ന ബഹുമതി പൂർണ്ണമായും CPM-ൽ നിന്നും പോയിട്ടില്ല എങ്കിലും പാർട്ടിയിലെ സർവാധിപത്യം അത് കേരളത്തിന് തന്നെയാണല്ലോ. പാർട്ടിയിലും അവരുടെ വർഗ ബഹുജന സംഘടനകളെല്ലാം തന്നെ മലയാളി ആധിപത്യം. ഇവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മലയാളിയായ VP സാനുവാണ്. യുവജന വിഭാഗമായിട്ടുള്ള DYFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അത് മലയാളിയായ MA റഹീം. മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയോ PK ശ്രീമതിയും. സത്യത്തിൽ മറ്റാരും ഈ പാർട്ടിയിലില്ല. പതിറ്റാണ്ടുകളോളം ഭരണത്തിലുള്ള പശ്ചിമ ബംഗാളിലെ ഭൂരിഭാഗം CPM പ്രവർത്തകരും ഇപ്പോൾ BJP-യിലാണ്. പിന്നെ തുടർച്ചയായ ഭരണമുണ്ടായിരുന്ന ത്രിപുര അത് തുടർച്ചയായി ഇപ്പോൾ BJP ആണ് 2 ഘട്ടമായി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മധുര സമ്മേളനത്തിലെ റിപ്പോർട്ടിലെ കണക്കനുസരിച്ച് പല സംസ്ഥാനങ്ങളിലും ഈ പാർട്ടിയേ ഇല്ല. ഗോവയിൽ ആകെ 45 പേരാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി CPM-നുള്ളത്. തുടർഭരണമെന്നൊക്കെ ഊറ്റം കൊള്ളുന്ന കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2000-ത്തിലധികം പേർ ഈ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞുപോയി എന്നാണ് റിപ്പോർട്ട്. ഈ നിലയ്ക്ക് പോയാൽ CPM-ന്റെ അവസാനത്തെ ആണിക്കല്ലടിക്കുവാനുള്ള ഒരു ചുമതല മാത്രമാണ് പുതിയ പ്രസിഡന്റായ ബേബിക്ക് കൈവന്നിരിക്കുന്നത്. സ്വന്തം പേര് പോലെ തന്നെ സ്വന്തം പാർട്ടിയെയും ബേബിയാക്കുവാനുള്ള ആ ചുമതല.